നമസ്തേ. നമ്മൾ ഇന്നിരിക്കുന്നത് വെറും ഒരു ബിസിനസ് ടോക്കിനോ അല്ലെങ്കിൽ സോഷ്യൽ സർവീസ് ടോക്കിനോ അല്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എങ്ങനെ ചിലവുകളെ വരുമാനമാക്കി മാറ്റാമെന്നാണ്. നമ്മുടെ മുന്നിലിരിക്കുന്നു സജു സക്സസ് സാർ. വെൽക്കം സാർ. സർ, ഞങ്ങൾക്ക് അറിയേണ്ടത് സാറിന്റെ പേരിനൊപ്പം സജു സക്സസ് അതെങ്ങനെ വന്നു? ഒരു പേരിലെ കൗതുകം കൊണ്ടാ ചോദിക്കുന്നത്. അപ്പം എൻ്റെ വിജയം എന്നുള്ളതല്ല സജു സക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മറ്റുള്ളവരെ എത്രത്തോളം വിജയത്തിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ധാരാളം അനുഭവങ്ങൾ, ധാരാളം പരാജയങ്ങൾ, ഇതൊക്കെ അനുഭവ പാഠമാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കാതെ അവരെ എങ്ങനെ വിജയത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പേരിനൊപ്പം സക്സസ് എന്ന് ചേർത്തു. അപ്പം അങ്ങനെ സജു സക്സസ് എന്നായി മാറി. സാറിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് ഒന്ന് ഞങ്ങൾക്ക് പറയാമോ? അപ്പോൾ അതൊരു വലിയൊരു എംപവർമെൻറ്റ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സക്സസ് ഫ്രീഡം കമ്മ്യൂണിറ്റി ആൻഡ് അക്കാഡമി എന്നാണ് പേര്. അപ്പോൾ ഓരോ മലയാളികളുടെയും ശാക്തീകരണമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 7 രീതിയിലുള്ള എംപവർമെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തത് എഡ്യൂക്കേഷണൽ എംപവർമെൻ്റാണ്. അപ്പോൾ എല്ലാവർക്കും വിദ്യാഭ്യാസം വളരെ ആവശ്യമുള്ളതാണ്. അത് പഠിക്കുന്ന കാലത്ത് മാത്രമല്ല, മരിക്കുന്നത് വരെയും വിദ്യാഭ്യാസം ആവശ്യമാണ്. അപ്പോൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള ഓരോ വ്യക്തികളുടെയും എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റിന് സഹായിക്കുക എന്നുള്ളത് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാന ഉദ്ദേശമാണ്. രണ്ടാമത്തത് കരിയർ എംപവർമെൻ്റാണ്. ഓരോ വ്യക്തികളുടെയും കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താം, പുതിയ ഏത് കരിയർ എടുത്താലാണ് നല്ലത് എന്നൊക്കെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയുള്ള എംപവർമെൻറ്റ്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമാണ് ഒരു വ്യക്തിയുടെ ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും. അപ്പോൾ ഹെൽത്ത് എംപവർമെൻറ്റ്, ഫിസിക്കൽ ഹെൽത്ത് എംപവർമെൻറ്റ്, അതോടൊപ്പം മെൻ്റൽ ഹെൽത്ത് എംപവർമെൻറ്റ്. അപ്പോൾ ഇന്ന് ധാരാളം കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ ആത്മഹത്യയിലേക്കൊക്കെ നീണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹരിക്കാൻ അവർക്ക് അവരുടെ മനസ്സ് ഒന്ന് എംപവർ ചെയ്യിപ്പിക്കുക, അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മരുന്നില്ലാത്ത ചികിത്സകളുടെ എംപവർമെൻറ്റ്. അപ്പോൾ ഇന്ന് നമുക്കറിയാം പല ചികിത്സകളും ഇന്ന് നിലവിലുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അലോപ്പതിയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അതിന് പകരമായിട്ട് പല രാജ്യങ്ങളിലും പല ചികിത്സാ രീതികളുണ്ട്. ഇതിലൊക്കെ മരുന്നില്ലാത്ത ചികിത്സകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കുക, പരിശീലിപ്പിക്കുക എന്നുള്ളതും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ബിസിനസ് എംപവർമെൻ്റാണ്. ഇന്ന് ബിസിനസ് ഇല്ലാതെ ഈ ലോകമില്ല. ചെറിയ ബിസിനസ് മുതൽ വലിയ ബിസിനസ് വരെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ ബിസിനസ് എംപവർമെൻറ്റും അതുപോലെ തന്നെ സാമ്പത്തികമായി ധാരാളം ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പം താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ വരുമാനമുള്ളൂ. അതുപോലെ തന്നെ ജോലിയുള്ളവർക്ക് തന്നെ ഒറ്റ വരുമാനം കൊണ്ട് നിലനിന്ന് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി വെൽത്ത് എംപവർമെൻറ്റ്, അത് 6ാമത്തെ ശാക്തീകരണം. പിന്നെ 7ാമത്തത് പുതിയ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള പുതിയ ടെക്നോളജി വരുമ്പോൾ പലരും പിന്നോട്ടായി പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള AI ആൻഡ് ന്യൂ ടെക്നോളജി എംപവർമെൻറ്റും കമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 7 എംപവർമെൻറ്റിലൂടെ ഒരു വ്യക്തി ശാക്തീകരണം നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു പ്രധാന കമ്മ്യൂണിറ്റിയാണ്. ഈ ഒരു ഹോളിസ്റ്റിക് എംപവർമെന്റിലോട്ട് സാറിനെ നയിച്ചത് എന്തൊക്കെ അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ഈ പാതയിലേക്ക് സാർ എങ്ങനെ വന്നു? അപ്പോൾ അത് ഒരു ചെറിയ ഒരു സ്വപ്നം ചെറിയ ക്ലാസ് മുതലേ ഉണ്ടായിരുന്നു. അത് അച്ഛനാണത് വിത്തിട്ടത്. ഒരു എഞ്ചിനീയർ ആവുക എന്നുള്ളതായിരുന്നു. പക്ഷേ ആ എഞ്ചിനീയർ ആകുന്ന മോഹം നടപ്പിലാക്കുന്നതിന് മുന്നേ തന്നെ പഠന സമയത്ത് തന്നെ അച്ഛൻ മരണപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെ ആ ഒരു ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നെ നേരെ BEdലേക്ക് പോയി അധ്യാപന രംഗത്തേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതിലൂടെ കുട്ടികളെ എഞ്ചിനീയറിങ്, അതായത് കുട്ടികളെ പടുത്തുയർത്തുന്ന ഒരു ജോലിയിലേക്ക് മാറി. പിന്നീടാണ് ആളുകളെ എല്ലാവരെയും ശാക്തീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ എംപവർമെൻറ്റ് നൽകുന്ന, അല്ലെങ്കിൽ അവരിൽ എഞ്ചിനീയറിങ് നടത്തുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ്. കെട്ടിടങ്ങൾ പടുത്തുയർത്തുന്നതിന് പകരം മനുഷ്യനെ തന്നെ അവരുടെ പല പല കഴിവുകളെയും എംപവർ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പടുത്തുയർത്തുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും എഞ്ചിനീയർ തന്നെയാണ്, മനുഷ്യനെ പടുത്തുയർത്തുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. കുട്ടികളുടെ എംപവർമെന്റ് സാർ എങ്ങനെയാ ശരിക്കും കുട്ടികളിലോട്ട് എങ്ങനെയാ എത്തുന്നത്? അപ്പോൾ കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്കൂൾ തലത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്, സ്കൂളുകളിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത് മിക്കവാറൊക്കെ സിലബസ് ഫോക്കസ്ഡ് ആണ് നടക്കാറുള്ളത്. കാരണം സ്കൂളിൽ അതിനുള്ള സമയം കിട്ടാറുള്ളൂ. എന്നാൽ അത് മാത്രം കൊണ്ടൊരു കുട്ടി എംപവർ ആവുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി പാരലായിട്ടുള്ള സമയങ്ങൾ, കുട്ടികൾക്ക് ഫ്രീ ആയി കിട്ടുന്ന സമയങ്ങൾ, അവധി ദിവസങ്ങൾ, ഇതിലൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി ധാരാളം എംപവർമെൻറ്റ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യാം, അവരുടെ പഠനത്തിൽ പരീക്ഷ പേടി എങ്ങനെ മാറ്റാം, അവരുടെ പഠന സമയത്തുള്ള ഒരു അക്കാഡമിക് ഇയർ എങ്ങനെ ടൈം ബൗണ്ടായിട്ട് പ്ലാൻ ചെയ്തു പോകാം. പിന്നെ അവരുടെ പഠനശേഷം, അതായത് ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ അവർക്കൊരു വരുമാന മാർഗം അപ്പോഴും തന്നെ എങ്ങനെ ലഭ്യമാക്കാം. അപ്പോൾ ഇന്ന് VHSE പോലുള്ള തലങ്ങളിലൊക്കെ
പഠനത്തോടൊപ്പം തൊഴിലും കൂടി പരിശീലിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ രംഗത്തും അതില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി വഴി സമയം കണ്ടെത്തി കുട്ടികൾക്ക് അതിലേക്ക് വരാൻ കഴിയുകയാണെങ്കിൽ പഠനത്തോടൊപ്പം തന്നെ വരുമാനം കൂടി നേടാൻ കഴിയും. ബെഞ്ച് ടു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ് പ്രണർ എന്നുള്ള തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. പഠനശേഷം ജോലി അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് പഠനത്തോടൊപ്പം തന്നെ ഒരു വരുമാന മാർഗം കൂടി ഉണ്ടാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിനെ CEO എന്ന തലത്തിലേക്ക് കൊണ്ടുപോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. CEO എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എടുത്തീർത്തേ അല്ല, ഇപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സാർ, ഈ മുതിർന്നവരെന്ന് ഉദ്ദേശിച്ചതില് സ്ത്രീകൾക്ക്, നമ്മുടെ സ്ത്രീകൾക്കായിട്ട് എന്തൊക്കെ എംപവർമെന്റ്? അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുമ്പോഴേക്കും പ്രധാനമായും വരുന്ന വീട്ടമ്മമാരുണ്ട്, പിന്നെ വിമൻ ഓൺടർപ്രണേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ സർവേ പ്രകാരം പറയുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് ബിസിനസ് രംഗത്ത് വളരെയധികം മികച്ചു നിൽക്കുന്നതെന്നുള്ളതാണ്. കാരണം അവർ മൾട്ടി ടാസ്ക് ഉള്ളവരാണ്. നമുക്കറിയാം, ഒരേ സമയം തന്നെ കുട്ടികളുടെ കാര്യങ്ങളും നോക്കും, വീട്ടിലെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കും, അതുപോലെ തന്നെ അടുക്കളയിലും നോക്കും. എല്ലാം ഓടി നടന്ന് പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്ന വ്യക്തികളാണ് സ്ത്രീകൾ. അവർ ധാരാളം കഴിവുള്ളവരാണ്. ആ കഴിവ് പലപ്പോഴും പലരും തിരിച്ചറിയാറില്ല. അപ്പോൾ വീട്ടമ്മയായിട്ട് അവിടെ അടിച്ചമർത്തപ്പെട്ട് കിടക്കുകയാണ് പല കുടുംബങ്ങളിലും കാണാൻ കഴിയുന്നത്. ചിലർക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കും, പക്ഷേ കുടുംബ പശ്ചാത്തലം കാരണം ചിലപ്പോൾ ജോലിക്കൊന്നും പോകാൻ കഴിയാതെ വരാറുണ്ട്. എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് എണീക്കുന്ന വ്യക്തികളാണ് വീട്ടമ്മമാർ. അതുപോലെ തന്നെ എല്ലാവരും കിടന്നതിന് ശേഷമായിരിക്കും വീട്ടമ്മമാർ കിടക്കുന്നത്. അപ്പോൾ ഇത്രയും സമയം, അതായത് രാവിലെ എണീക്കുന്ന മുതൽ വൈകുന്നേരം വരെ അവർ ജോലിയോട് ജോലിയാണ്. എന്നാൽ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫാണെന്ന് പറയും. എന്നാൽ മറ്റുള്ള ജോലിയേക്കാളും വളരെ ഉത്തരവാദിത്തോടു കൂടി കൂടുതൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാരെ നമ്മൾ കാണാതിരിക്കാൻ പാടില്ല. അത് നമ്മുടെ കമ്മ്യൂണിറ്റി അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. അവരുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ഫ്രീ സമയം ധാരാളം അവർക്കുണ്ട്. ആ സമയങ്ങളിൽ തന്നെ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ചില സംവിധാനങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി പകർന്നു കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രോഗ്രാമിന് പേര് കൊടുത്തിട്ടുള്ളത് കിച്ചൻ ടു ക്യാഷ് ഫ്ലോ എന്നാണ്. അടുക്കളയിൽ നിന്ന് വരുമാനത്തിൻ്റെ ഒഴുക്ക് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, വളരെ വിജയകരമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ മുഴുവൻ വീട്ടമ്മമാരെയും ഈ തലത്തിലേക്ക് കൊണ്ടുവന്ന് അവരെ ശാക്തീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാറിനെ സ്വാധീനിച്ച ശക്തിയായ വനിത ആരാണ്? അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അമ്മയാണ്. അപ്പം ചെറുതിലെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നതിന്. അമ്മയും ഇതുപോലെ തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുകയും കുഞ്ഞു കുഞ്ഞ് സംരംഭങ്ങൾ വീട്ടിൽ തന്നെ, അതായത് വൈക്കോൽ കച്ചവടം, പാത്ര കച്ചവടം, ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അമ്മയെ കണ്ടിട്ടാണ് ആ ഒരു ശാക്തീകരണം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയത്. അതുപോലെ വിവാഹശേഷം വൈഫിന് ജോലിക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ കൊച്ചുകുട്ടികളായതുകൊണ്ട് അപ്പോൾ ആ ഒരു തലത്തിലൊക്കെ ബുദ്ധിമുട്ടി മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ അനുജത്തിമാർ, അപ്പോൾ അവർ കല്യാണം കഴിച്ചയച്ചു. അപ്പോൾ അവർക്ക് ജോലിക്ക് വേണ്ടി ധാരാളം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല, തൊഴിലില്ലായ്മയുടെ പ്രശ്നം. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്ത്രീ ശാക്തീകരണം വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ അത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റി അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റി എവിടെയാണ് ബേസ്ഡ് ആയിരിക്കുന്നത് സാർ? അപ്പം നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ്, വിഴിഞ്ഞത്തിനടുത്ത് ചപ്പാത്ത് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് പ്രാവച്ചമ്പലത്തുണ്ട്. പിന്നെ മറ്റുള്ള എല്ലാ ജില്ലകളിലേക്കും നമ്മൾ അതിൻ്റെ എക്സ്പാൻഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രമേണ ഓരോ വാർഡിലും ഒരു ഡിജിറ്റൽ മാൾ എന്നുള്ള ഒരു സ്വപ്നത്തിലേക്കാണ് പോകുന്നത്. വാർഡ് ടു വേൾഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. ഡിജിറ്റൽ മാളിനെ കുറിച്ച് ഒന്ന് പറയാമോ? അപ്പം മാളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഫിസിക്കൽ മാള് നമുക്ക് കേട്ടിട്ടുണ്ട്. ഇപ്പം ലുലു മാള് പോലുള്ള മാളുകൾ ആണ് എല്ലാവരും കൂടുതൽ അറിയാവുന്നത്. അപ്പോൾ ആ മാളിന് തുടങ്ങണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. സ്ഥലങ്ങൾ തന്നെ ഏക്കർ കണക്കിന് വസ്തുവായിരിക്കണം. വലിയ ബിൽഡിംഗ് പടുത്തുയർത്തണം. എല്ലാ ബ്രാൻഡുകളെ അതിനകത്ത് കൊണ്ടുവരണം. കസ്റ്റമേഴ്സിന് അതിനകത്ത് എത്തിക്കണം. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്കൊരു സാധാരണ വ്യക്തിക്ക് ഒരു മാൾ തുടങ്ങുക എന്നുള്ളത് റിസ്ക്കാണ്. എന്നാൽ നമ്മുടെ ഡിജിറ്റൽ മാൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ സാധാരണ വ്യക്തിക്കും തുടങ്ങാൻ പറ്റുന്നതാണ്. ഒരു ഷോപ്പ് തുടങ്ങുന്ന ലാഘവത്തോടു കൂടി ഈ ഒരു മാൾ തുടങ്ങാൻ പറ്റും. ഈ മാളിൻ്റെ പ്രത്യേകത പേര് പോലെ തന്നെ ഡിജിറ്റലാണ്. ഡിജിറ്റൽ മാളെന്നാണ്. ഇതിന് വസ്തു വാങ്ങിക്കേണ്ട, കോടികൾ മുടക്കേണ്ട, നമ്മുടെ മൊബൈലിനകത്ത് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മാള് നമ്മുടെ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാ കച്ചവടക്കാരെയും ശാക്തീകരിക്കാൻ കഴിയും. അതുപോലെ ആ ഗ്രാമത്തിലുള്ള കസ്റ്റമേഴ്സിനെയും ശാക്തീകരിക്കാൻ കഴിയും. കച്ചവടക്കാർക്കുള്ള നേട്ടം എന്ന് പറയുന്നത് അവരുടെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമറിനെ നിലനിർത്താൻ പറ്റും, ഒരു നേട്ടം.
രണ്ടാമത്തത് കൂടുതൽ കസ്റ്റമറിനെ അവരിലേക്ക് എത്തിക്കാൻ പറ്റും. മൂന്നാമത് ലോക്കൽ ഷോപ്പുകളെല്ലാം ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ മാളുകളും പിന്നെ ഓൺലൈൻ സൈറ്റുകളും കാരണം അവർ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ ഡിജിറ്റൽ മാൾ സഹായിക്കും. അവരുടെ കച്ചവടം ഡിജിറ്റലായി മാറുകയാണ്. യാതൊരുവിധ മുടക്കുമുതലും കൂടാതെ ആ സാധാ ഷോപ്പിനെ നമുക്ക് ഡിജിറ്റലാക്കാൻ പറ്റും. അപ്പോൾ ഇനി ലോക്കൽ ഷോപ്പുകൾ മതിയാക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ പറ്റും. പിന്നെ സ്വാഭാവികമായിട്ടുള്ള ചിലരൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കൊറോണ സമയത്ത് ഒരുപാട് കടകൾ പൂട്ടി, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാൻ ഈ ഡിജിറ്റൽ മാൾ വളരെയധികം സഹായിക്കും. അപ്പം അതിനുവേണ്ടി ഒരു വാർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ വാർഡിലെ മുഴുവൻ സംരംഭകരെയും ഈ ഡിജിറ്റൽ മാളിലേക്ക് എത്തിക്കുകയും അവരെ കസ്റ്റമറായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കസ്റ്റമർ അതിലേക്ക് കണക്ട് ആവാനുള്ള പ്രധാന കാരണം അവരുടെ ചെലവുകൾ വരുമാനമാക്കി മാറ്റാനുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് സക്സസ് ആവുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു പ്രോജക്റ്റ്, അതിനെക്കുറിച്ച് സാർ ഒന്ന് വിശദീകരിക്കാമോ? സാധാരണ നമ്മുടെ ചെലവുകളെല്ലാം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിനെങ്ങനെ വരുമാനമാക്കി മാറ്റാം? അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എംപവർമെൻറ്റിൽ ബിസിനസ് എംപവർമെൻറ്റും ഉണ്ട്, പിന്നെ വെൽത്ത് എംപവർമെൻറ്റും ഉണ്ട്. അപ്പോൾ കച്ചവടക്കാർക്കായാലും കസ്റ്റമേഴ്സിനായാലും വെൽത്ത് ആവശ്യമാണ്. അപ്പോൾ അത് ഈ ഒരു കൺസെപ്റ്റിലൂടെ കൊടുക്കാൻ കഴിയും. പിന്നെ ബിസിനസ്സുകാർക്ക് ബിസിനസ് എംപവർമെൻറ്റ് ചെയ്യാനും, പുതുതായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പലരും അതിൽ വന്നാൽ എന്തൊക്കെ പഠിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് തുടക്കത്തിൽ മതിയാക്കി പോകുന്നവരുണ്ട്, വന്നതിന് ശേഷം നടത്തി പോകുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ ഡിജിറ്റൽ മാൾ സംവിധാനം സഹായിക്കും. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഉദിച്ച ആശയമല്ല. കൊറോണ സമയത്ത് ഇങ്ങനെ ഓൺലൈനിലുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗുജറാത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു സംവിധാനം ആരംഭിച്ചതായിട്ട് മനസ്സിലാക്കിയത്. അത് നന്നായി പഠിച്ചപ്പോഴത്തേക്കും അത് വളരെ ഉപയോഗമാണെന്ന് മനസ്സിലായി. അപ്പോൾ 2006 തുടങ്ങിയതാണ് അദ്ദേഹം. 2016 തുടങ്ങിയതാണ്. അത് ഇപ്പോൾ 10 വർഷം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അത് മലയാളികൾക്കും എത്തിച്ചാൽ നല്ലതായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അവരുമായിട്ടുള്ള ടൈപ്പിലൂടെ ഇപ്പം മലയാളികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്ലോബൽ ഗാർഡൻ എന്നാണ് അത് സംവിധാനത്തെക്കുറിച്ച് പറയുന്നത്. ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അത്. കസ്റ്റമറിനൊരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, കച്ചവടക്കാർക്കൊരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. ഇത് രണ്ടും കണക്ട് ചെയ്യുന്നതാണ് ഡിജിറ്റൽ മാൾ എന്ന് പറയുന്നത്. അപ്പം കച്ചവടക്കാർക്ക് ഉപയോഗമുണ്ട്, കസ്റ്റമറിന് ഉപയോഗമുണ്ട്. അപ്പോൾ ഇത് ബിസിനസ് എംപവർമെൻറ്റിന് സഹായിക്കും, അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ എംപവർമെൻറ്റിന് സഹായിക്കും. കസ്റ്റമേഴ്സിന് എങ്ങനെ ആ ക്യാഷ് കിട്ടുന്ന ആ ഒരു ബിസിനസ് രീതി? അപ്പോൾ സാധാരണ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഒരു നെറ്റ്വർക്ക് കൺസെപ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു MLM പരിപാടി ആയിരിക്കാം എന്ന് വിചാരിക്കും. പക്ഷെ ഇതങ്ങനെ അല്ല, തികച്ചും വ്യത്യസ്തമാണിത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കച്ചവടക്കാരെയും കസ്റ്റമറിനെയും തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കണക്ട് ചെയ്യാൻ ഒരാൾ ഇടയിൽ വേണം. അപ്പോൾ ആ ജോലിയാണ് ഡിജിറ്റൽ മാൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ മാൾ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു ഏജൻറ്റിൻ്റെ പണിയാണ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറിനെ കൂടുതലായിട്ട് കച്ചവടക്കാരിലേക്ക് കൊടുക്കുമ്പോൾ സാധാരണ ഏജന്റിന് കമ്മീഷൻ കിട്ടാറുണ്ട്. അതേ രീതിയിൽ ഇവിടെ കസ്റ്റമറും കച്ചവടക്കാരും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ആ കച്ചവടക്കാരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഡിജിറ്റൽ മാളിലേക്ക് നൽകുകയാണ്. ആ വിഹിതമാണ് കസ്റ്റമറിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. സാധാരണ ഏജന്റുമാർ അവരുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകുന്ന ക്യാഷ് ഇവിടെ നമ്മൾ എടുക്കാതെ അത് കസ്റ്റമറിലേക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും ഓൺലൈൻ സൈറ്റുകളും ഇപ്പോൾ ലോക്കൽ ഷോപ്പുകളും ഈ ഡിജിറ്റൽ മാളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ലോക്കൽ ഷോപ്പുകളായിട്ടില്ല. ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ നമ്മളെല്ലാ ലോക്കൽ ഷോപ്പുകളും ഇതിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും കച്ചവടക്കാർ തരുന്ന ലാഭവിഹിതം കസ്റ്റമറിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഒരു വരുമാന മാർഗമായി കസ്റ്റമറിന് മാറും. കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള നേട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ കസ്റ്റമറിന് ക്യാഷ് ബാക്ക് എന്നുള്ള രൂപത്തിൽ തിരിച്ച് കിട്ടുന്നത് കൊണ്ട് അവർ കൂടുതലും ആ ഷോപ്പുകളിൽ നിന്ന് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യും. അങ്ങനെ അവരും എംപവർ ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഡിജിറ്റൽ മാൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. സാർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പോപ്പുലർ കൺസെപ്റ്റായ പോയിന്റ്സ്, നമ്മൾ ഓരോ സാധനം വാങ്ങിക്കുമ്പോൾ എത്രത്തോളം പോയിന്റ്സ് ആടുന്ന അതാണോ, അതോ റെഡി ക്യാഷ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് കൊടുക്കുന്നതാണോ? അപ്പോൾ ഇത് എല്ലാവരും ചോദിക്കാറുള്ളൊരു പ്രധാന ചോദ്യമാണ്. എല്ലാവരും വിചാരിക്കുന്നത് ക്യാഷ് കിട്ടില്ല, പോയിന്റുകളായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ആമസോൺ, ഫ്ലിപ്കാർട്ട് അവരൊക്കെ പോയിന്റ് സിസ്റ്റം കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ DC ബുക്സ്, പിന്നെ ചില ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡ് അവരും പോയിന്റുകൾ കൊടുക്കാറുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന സെയിം എമൗണ്ട് അന്നേ ദിവസം തന്നെ പോയിന്റ് ആയിട്ട് അവർക്ക് കിട്ടും. അപ്പം മറ്റുള്ള കൺസെപ്റ്റിൽ വരുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത പർച്ചേസിന് ഉപയോഗിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഈ പോയിന്റുകൾ ഇവർക്ക് ക്യാഷ് ആയിട്ട് സീനിയോറിറ്റി പ്രകാരം മാറുകയാണ്. അപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എത്ര ശതമാനമാണ് കിട്ടുന്നത്? അപ്പോൾ അത് 2% മുതൽ 100% വരെ ഉണ്ട്. അത് ഓരോ ബ്രാൻഡിനും വ്യത്യസ്തമായിരിക്കും. അപ്പം ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. അപ്പം അങ്ങനെ തുടങ്ങി 36,000 ബ്രാൻഡുകൾ ഇതിനകത്തുണ്ട്. അപ്പം അവരും നമ്മളും തമ്മിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള പെർസെൻറ്റേജാണ് കസ്റ്റമറിൽ
കിട്ടുന്നത്. അപ്പം ചിലതിന് 100% വരെയും കിട്ടും, ചിലത് 2% ആയിരിക്കും, ചിലത് 50%, ഇങ്ങനെ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ അവർക്ക് പിന്നെ ഏത് രീതിയിൽ ക്യാഷ് ബാക്ക് വേണമെന്നുള്ള ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇതിനകത്ത് ഉണ്ട്, ആപ്ലിക്കേഷനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മുഴുവനും വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. മറ്റുള്ളവരെ റെഫർ ചെയ്ത് വേണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. റെഫർ ചെയ്യാതെ വേണമെങ്കിൽ വരുമാനം നേടാനുള്ള അവസരമുണ്ട്. അതായത് എല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ സാർ, മാസ വരുമാനമാവാം, ഡെയിലി വരുമാനമാവാം, പാർട്ട് ടൈം വരുമാനമാവാം, ആയുഷ്കാല വരുമാനം നേടാം, പാസീവ് ഇൻകമായിട്ട് നേടാം, എല്ലാത്തിനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ അവയർനെസ് കിട്ടിയതിന് ശേഷം കസ്റ്റമറിന് തന്നെ ചൂസ് ചെയ്യാം ഇതിലേതാണ് ആവശ്യം എന്നുള്ളത്. അവർക്ക് ക്യാഷ് ആയിട്ട് കയ്യിലാണോ അതോ നേരെ ബാങ്ക് എല്ലാം ബാങ്ക് അക്കൗണ്ടിലോട്ടാണോ? വഴിയാണ്. ഇന്ന് നമുക്ക് ബാങ്ക് വഴി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരുടെ പാൻ കാർഡൊക്കെ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എല്ലാം ലീഗലായിട്ടാണ്. ഗവൺമെൻറ്റിനുള്ള ടാക്സുകൾ, സെയിൽ ടാക്സ് ആയാലും ഇൻകം ടാക്സ് ആയാലും ഗവൺമെൻറ് കൊടുത്തതിന് ശേഷം മാത്രമേ കസ്റ്റമറിലേക്ക് അത് പോകുന്നുള്ളൂ. അപ്പം ബാങ്ക് വഴി തന്നെയാണ് എല്ലാം ഡീൽ നടക്കുന്നത്. സാറ് പറഞ്ഞിരുന്നു വിദ്യാർത്ഥികൾ 18 വയസ്സാവുന്നതിന് ശേഷം ഈ കമ്മ്യൂണിറ്റിയോട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? അപ്പോൾ നമുക്കറിയാം, ഇന്ന് പല കുട്ടികളും സ്കൂൾ തലങ്ങൾ കഴിഞ്ഞിട്ട് നേരെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ജോലിയില്ല, അവിടെ പോയി കഴിഞ്ഞാൽ ജോലിയും നടക്കും, പഠനം നടക്കും എന്നുള്ള രീതിയിലാണ് പലരും പോകുന്നത്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഭാവിയിൽ ചിലപ്പം കുട്ടികളില്ലാത്തൊരു കേരളമായി മാറാം. കാരണം മുതിർന്നവർ മാത്രം ഇവിടെ ഉള്ളൊരു ഇതായി മാറാം. അപ്പോൾ അത് മാറേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയും തൊഴിൽ രംഗമൊക്കെ നോക്കുമ്പോൾ ധാരാളം കുട്ടികൾ തൊഴിലില്ലാതെ വിഷമിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു വേക്കൻസിക്ക് വേണ്ടി പരീക്ഷ എഴുതിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ഇത് നമ്മുടെ സിസ്റ്റം സഹായിക്കും. ഈ ഡിജിറ്റൽ മാൾ അങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്കറിയാം കോളേജിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴിയൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന IT മേഖലയിലൊക്കെ. പക്ഷെ അതിനേക്കാൾ വരുമാനം സാലറി അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് എന്നുള്ള രീതിയിൽ ഈ ഒരു സിസ്റ്റം വഴി നേടാൻ പറ്റും. അതുകൊണ്ട് നമ്മളും ക്യാമ്പസ് ഇൻ്റർവ്യൂ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ പാറൂർ യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടന്നു. പിന്നെ കരമന വിമൻസ് കോളേജ്, തിരുവനന്തപുരത്തുള്ള കരമന വിമൻസ് കോളേജ്, പിന്നെ കാഞ്ഞിരംകുളം കോളേജ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ബോധവൽക്കരണം കൊടുത്തു തുടങ്ങി. അപ്പം കുട്ടികൾക്കിനി വിദേശ രാജ്യങ്ങളിൽ പോകാതെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് അവരുടെ അച്ഛനോടും അമ്മേനോടൊപ്പം ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലുള്ളവരോടൊപ്പം ഇരുന്നുകൊണ്ട് തന്നെ ഒരു തൊഴിൽ നേടാൻ പറ്റുന്ന ഒരു സൗകര്യം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ സാർ, മുതിർന്നവരിൽ നമ്മുടെ റിട്ടയർഡ് സീനിയർ സിറ്റിസൺസ് ഒക്കെ വരുന്നുണ്ട്. അവരെ എങ്ങനെയാണ് സാർ ശാക്തീകരിക്കുന്നത്? അപ്പോൾ റിട്ടയർഡ് ആയ ആൾക്കാരുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 55 അല്ലെങ്കിൽ ഒരു മാക്സിമം 60 വയസ്സാകുമ്പോഴത്തേക്കും അവർ റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു ഓഫീസ് സമയം 8 മണിക്കൂർ വർക്ക് ചെയ്തിരുന്നവരാണ്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അത്രയും സമയം വെറുതെ ഇരുന്ന് ടിവിയും കണ്ട് അല്ലെങ്കിൽ പേരക്കുട്ടികളെ നോക്കിയൊക്കെ ഇരുന്ന് സമയം കളയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അവർ മാനസികമായ യഥാർത്ഥത്തിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വീണ്ടും സർവീസിലിരുന്നപ്പോഴുള്ള എക്സ്പീരിയൻസ് അത് നമ്മുടെ ജനതയ്ക്ക് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിറ്റി അവരെയും എംപവർമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതും സ്റ്റാർട്ട് ചെയ്തു. റിട്ടയർ ടു റിജോയ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് അതിന് വേണ്ടി പേര് കൊടുത്തിരിക്കുന്നത്. വിശ്രമകാലം ആനന്ദകരമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്കൊരു രണ്ടാമതൊരു വരുമാനം കൂടി കിട്ടാനും അവരുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് സമൂഹത്തിന് വേണ്ടി ചിലവഴിക്കാനും കൂടി പറ്റുന്ന രീതിയിലാണ് നമ്മളൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അങ്ങനെ റിട്ടയർ ടു റിജോയ്സ് എല്ലാ റിട്ടയർഡായ ആൾക്കാർക്കും ഉപകാരപ്പെടും. സാറിന്റെ ഇതുവരെയുള്ള ലൈഫ് ജേർണിയിൽ നിന്ന് സാറിന് എന്താണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനായിരുന്നാലും സ്ത്രീ സമൂഹത്തിനായിരുന്നാലും റിട്ടയർഡ് സീനിയർ സിറ്റിസൺസിനായി കൊടുക്കാനുള്ള സന്ദേശം? സന്ദേശം എന്ന് പറയുന്നത്, നമുക്കിന്ന് ഇവിടെ എല്ലാം ഉണ്ട്, കേരളത്തിലെല്ലാം ഉണ്ട്. പക്ഷെ അത് ശരിയായ രീതിയിൽ നടപ്പാകാത്തത് കൊണ്ടാണ് പലതും പരാജയപ്പെട്ട് നിൽക്കുന്നത്. ഉദാഹരണത്തിന് കുട്ടികളുടെ തൊഴിൽ മേഖല, കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് സിലബസിന് പുറമെയുള്ള കാര്യങ്ങൾ നൽകുക, ഇത് പല രാജ്യങ്ങളിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല രാജ്യങ്ങളിലും പല ആനുകൂല്യങ്ങളും ഗവൺമെൻറ് തലത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പലതും ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല, ക്രമേണ വരുമായിരിക്കും. അപ്പോൾ ഇതിലുള്ള പോരായ്മകളൊക്കെ മനസ്സിലാക്കിയിട്ട് വീട്ടമ്മമാർ ഒരുപാട് പേര് ഈ ജോലി രംഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഒക്കെ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അതൊക്കെ അത് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി വഴി ചെറിയൊരു മാറ്റമെങ്കിലും വരുത്താൻ കഴിയും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് പോകും.